SFI നേതാവ് ശിവപ്രസാദ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശിവപ്രസാദ്, ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുണ്ട്. സർവകലാശാലകളിൽ സ്ഥിരമായ ഒരു വിസയില്ല. താൽക്കാലിക വിസയുടെ നിയമനം ഗവർണർക്ക് ഇഷ്ടം പോലെ ചെയ്യുകയാണെന്ന്. അതിപ്പോൾ അങ്ങനെയുള്ള നിയമനങ്ങൾ, താൽക്കാലിക വിസ നിയമനങ്ങൾ തെറ്റാണെന്ന് കോടതി ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ഇത്രയും നാൾ ഈ കേരളത്തിനകത്ത് ഉയർത്തിയത് തികച്ചും നിയമപരമായ വിഷയങ്ങളാണ്. ആ നിയമപരമായ വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. കേരളത്തിലെ എല്ലാ സർവകലാശാലകൾക്കും സർവകലാശാലകളുടേതായ കൃത്യമായ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഉണ്ട്. ആ സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമായി ആരെല്ലാം ഇടപെട്ടാലും പ്രവർത്തിച്ചാലും അതൊന്നും നിയമപരമല്ല, ഇതെല്ലാം നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായിട്ടാണ് കേരളത്തിലെ പല സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരുടെ കാലാവധി പൂർത്തിയായപ്പോൾ അവിടേക്ക് കേരളത്തിൽ സംഘപരിവാരത്തിന് താല്പര്യമുള്ള വിരലിൽ എണ്ണാവുന്ന ചിലർ മാത്രമാണുള്ളത്. അവരെയെല്ലാം നുള്ളിപ്പെറുക്കി ഈ സർവകലാശാലകളുടെ വൈസ് ചാൻസലറുമായി നിയമിക്കാൻ അന്നിരുന്ന ചാൻസലറും തുടർച്ചയായി വന്ന ചാൻസലർമാരും തീരുമാനിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടു. പ്രധാനപ്പെട്ട രണ്ട് സർവകലാശാലകൾ, ഇപ്പോ കേരള സർവകലാശാലയിലേക്ക് കുട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ആളാണല്ലോ സിസ തോമസ്. മോഹനൻ കുന്നുമൽ അപ്പോഴത്തെ VC ആയിരുന്ന ആൾ റഷ്യയിലേക്ക് 8 ദിവസം പോയപ്പോ ആ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് കുട്ടിഘോഷിച്ച് RSS കൊണ്ടുവന്നതാണ് സിസ തോമസ്. ആ സിസ തോമസിന്റെ ഉൾപ്പെടെ താൽക്കാലികമായി നടത്തിയ നിയമനങ്ങൾ, ആ നിയമനങ്ങൾ നടത്താൻ അന്ന് ചാൻസലറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് അവകാശമില്ല എന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ആ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അന്ന് ഗവർണർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയാണ് ചെയ്തത്. കോടതിയിൽ നിന്ന് ഇങ്ങനെ മാരകമായ പ്രഹരം തുടർച്ചയായി ലഭിക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ നിയമവാഴ്ചയെ, ആ നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുന്ന വ്യവസ്ഥിതികളെ അംഗീകരിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഈ രാജ്യത്തെ ഭരണഘടനയോടും നിയമവ്യവസ്ഥയോടുമുള്ള വെല്ലുവിളിയാണ്. സർക്കാർ ഒരു പാനൽ നൽകും, ആ പാനലിൽ നിന്നായിരിക്കണം വിസിയുടെ നിയമനം എന്നുള്ളത് കോടതി അടിവരയിട്ട് ഇപ്പോൾ പറയുകയാണ്. അപ്പോൾ ഗവർണർ ഇതിൽ, അല്ലെങ്കിൽ ചാൻസലർ ഇതിൽ പറയുന്ന ഒരു കാര്യം, സർക്കാർ നൽകുന്ന പാനലിൽ യോഗ്യരായ ആളുകളില്ല, അതുകൊണ്ടാണ് ആ പാനൽ മറികടന്ന് ഒരു നിയമനം നടത്തേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് എന്നാണ് പറയുന്നത്. ഇനി ആരാണ് ചാൻസലർ? ആ ചോദ്യോടെ ബാക്കി നിൽക്കല്ലേ. ആരാണ് ചാൻസലർ? എങ്ങനെയാണ് ഗവർണർമാർ ചാൻസലറായത്? ഗവർണർമാർ ചാൻസലറായത് ഇന്ത്യൻ ഭരണഘടനയിൽ ഗവർണർമാരെ നിർദ്ദേശിക്കുന്ന ക്ലോസ് പ്രകാരമാണോ? അല്ലല്ലോ. ഗവർണർമാർ ചാൻസലർമാർ തന്നെ ആയത് ഈ പറയുന്ന അതേ ഗവൺമെന്റ് നിയമസഭ പാസാക്കിയ നിയമപ്രകാരമല്ലേ. അദ്ദേഹം ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ഗവർണർമാർ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ഇതേ നിയമസഭയാണ് അവർ വെല്ലുവിളിക്കുന്നത്. നിയമസഭ കൊടുത്ത അധികാരത്തെ ആ നിയമസഭയുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രകടനപ്പെടുത്താൻ ഇവർക്ക് എന്താണ് അധികാരം? ഗവർണർ എന്ന നിലയിൽ ഏത് നിലയിലും ഒരു ഗവർണർക്ക് ഇടപെടാം. അദ്ദേഹത്തിന്റെ ഭരണഘടനാ ദത്തമായ അവകാശങ്ങൾ അദ്ദേഹത്തിന് പ്രകടനപ്പെടുത്താം. പക്ഷെ ചാൻസലർ പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ചാൻസലർ ആയിരിക്കാൻ ഇവർക്ക് എന്താണ് യോഗ്യത? അത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഈ വൈസ് ചാൻസലർമാരുടെ യോഗ്യതയെ പറ്റി ഇത്രയേറെ ആശങ്കപ്പെടുന്ന ഇവർ മനസ്സിലാക്കേണ്ടത് ചാൻസലർ ആയിരിക്കാൻ ഇവർക്ക് എന്താണ് യോഗ്യത? അത് കേരളത്തിലെ നിയമസഭ നൽകിയ ഒരു അധികാരം മാത്രമല്ലേ. ആ നിയമസഭ നൽകിയ അധികാരത്തെയല്ലേ ഇവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ഈ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, ഇന്നിപ്പോ കേരള സർവകലാശാലയുടെ VC ഡോക്ടർ മോഹൻ കുന്നുമൽ തൃശ്ശൂരിൽ പോയി നമ്മുടെ ഗവർണറെ പോയി കണ്ടിരുന്നു. കേരള സർവകലാശാലയിലേക്ക് SFI കാലുകുത്താൻ അനുവദിക്കുന്നില്ല എന്നുള്ള പരാതി ഗവർണറെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അതിന്റെ പ്രതികരണം കേരള സർവകലാശാല ആസ്ഥാനത്ത് തന്നെ ഞങ്ങൾ നടത്തി. ഞങ്ങൾ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറോട് 15 ചോദ്യങ്ങൾ ഇന്ന് ഉന്നയിച്ചിരിക്കുകയാണ്. ആ 15 ചോദ്യങ്ങളും കേരള സർവകലാശാലയിലെ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ തിരിച്ച് ഇത്തരം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ആ ചോദ്യങ്ങളും തടിതപ്പാനാണോ വൈസ് ചാൻസലർ വിചാരിക്കുന്നത്? അങ്ങനെ തടിതപ്പി എത്ര നാൾ അദ്ദേഹത്തിന് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, എനിക്ക് അവിടെ പോയില്ലെങ്കിലും, കറക്റ്റ് ആയിട്ട് ഇതാണ് വാക്കുകൾ കേട്ടോ, എനിക്ക് അവിടെ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുള്ള കാര്യമല്ല. പക്ഷേ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ കാര്യമുണ്ട്. 2500ഓളം വരുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിൽ എനിക്ക് ഒപ്പിടാൻ കഴിയുന്നില്ല. ഓൺലൈനായി വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതിന് പോലും ഫയലുകൾ ഓൺലൈൻ പോലും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതായത് വിദ്യാർത്ഥികളുടെ ഭാവിയിൽ ആശങ്കയുണ്ടെന്ന് VC പറയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആശങ്കപ്പെടുന്ന VCയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ചോദിക്കണ്ടേ ഒരു ചോദ്യം? എന്താ ചോദ്യം? 2022 ഈ പറയുന്ന VC താൽക്കാലികമായി KUHS എന്ന് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ 2002, ഇപ്പോ വർഷം ഏതാ? 2025. ഒരു 3 വർഷ കാലയളവുണ്ടല്ലോ. ഈ 3 വർഷ കാലയളവിൽ എത്ര തവണയാണ് വൈസ് ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കാൻ ഈ കേരള സർവകലാശാലയിലേക്ക് മോഹനൻ കുന്നുമൽ വന്നിട്ടുള്ളത്? ആ തീയതി കേരള സമൂഹത്തോട് വൈസ് ചാൻസലർ എന്ന നിലയിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, പൊതുസമൂഹത്തോട്, മാധ്യമങ്ങളോട് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടോ? ഈ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറിൽ അദ്ദേഹം വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് വന്നത്. എന്താ അപ്പൊ SFIക്കാർ തടയാൻ വന്നു? അപ്പൊ SFI സമരം ഉണ്ടായിരുന്നു. SFI സമരമുണ്ടായിരുന്നു പല ഘട്ടങ്ങളിൽ. SFI സമരം ഉന്നയിച്ചത് വിവിധങ്ങളായ വിഷയങ്ങൾ ഉന്നയിച്ചാണ്. ആ വിഷയങ്ങൾ പോലും കേൾക്കാൻ വൈസ് ചാൻസലർ എന്ന
ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലയുടെ പദവി വഹിക്കുന്ന ആൾ അവിടെ സർവകലാശാലയിൽ ഉണ്ടായിരുന്നില്ല. വിവിധങ്ങളായ വിദ്യാർത്ഥി വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിദ്യാർത്ഥി വിഷയങ്ങളോട് പ്രതികരിക്കാൻ, അതിൽ നടപടി സ്വീകരിക്കാൻ. ഇന്ന് വൈസ് ചാൻസലർ പറഞ്ഞൊരു കാര്യം, ഞാൻ അവിടെ പോയില്ലെങ്കിലും എനിക്ക് ഫയലുകളിലൊക്കെ ഒപ്പുവെക്കാൻ കഴിയും, ഓൺലൈനായി ഒപ്പുവെക്കാം. പക്ഷേ രജിസ്ട്രാർ അതിന് തരത്തിൽ ഓൺലൈനിൽ പോലും ഫയലുകൾ തടഞ്ഞു വെക്കുകയാണ്. ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ഈ കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ഫുൾ ആക്സസ് അദ്ദേഹത്തിന് കിട്ടുന്ന രീതിയിലുള്ള നീക്കങ്ങളൊക്കെ നടത്തുമെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ നോക്കൂ, അങ്ങനെയാണോ ഒരു വൈസ് ചാൻസലർ പ്രവർത്തിക്കേണ്ടത്? നിങ്ങളാണ് ചോദിക്കേണ്ടത്. ഒരു വൈസ് ചാൻസലർ എന്ന് പറഞ്ഞ പദവി ആരാണ്? ഒരു ക്ലർക്കിന്റെ പണിയാണോ അദ്ദേഹം ചെയ്യേണ്ടത്? ക്ലർക്കിന്റെ പണി എടുക്കാൻ ഈ കേരളത്തിനകത്ത് വിവിധങ്ങളായ ഉദ്യോഗസ്ഥരുണ്ട്, പ്രിയപ്പെട്ട VC. ആ ക്ലർക്കിന്റെ പണിയല്ല കേരള സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലർ ചെയ്യേണ്ടത്. വൈസ് ചാൻസലർ സർവകലാശാലയുടെ ദാക്ഷിണീയമായ നേതൃത്വമാണ്. ആ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് കേരള സർവകലാശാല ആണെങ്കിലും ഏത് സർവകലാശാല ആണെങ്കിലും ആ സർവകലാശാലയുടെ ഭരണ നിർവഹണം അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണഘടനാദത്തമായ ഭരണഘടന നിർദ്ദേശിക്കുന്ന സ്ഥാപനങ്ങൾ, അതിന്റെ വിവിധ ബോഡികൾ നിർദ്ദേശിക്കുന്നതനുസരിച്ച് നേതൃത്വപരമായി നിർവഹിക്കേണ്ട ആളാണ് വൈസ് ചാൻസലർ. അയാൾ പറയുകയാണ് എനിക്ക് സർവകലാശാലയിലേക്ക് വരാൻ താല്പര്യമില്ല. വിദ്യാർത്ഥി സമരങ്ങൾ അതിശക്തമായി ഈ കേരളത്തിനകത്ത് എത്ര ഘട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരുണ്ടായിട്ടില്ലേ? അവരെന്താ ചെയ്തിട്ടുള്ളത്? അവർ ചെയ്തിട്ടുള്ളത് ഓരോ വിഷയങ്ങൾ ഉയർന്നതിന് മുമ്പ് ആ വിഷയങ്ങളോട് പ്രതികരിച്ച് വിദ്യാർത്ഥികളോട് സംസാരിച്ച് ആ വിഷയങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ ഇയാൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നത് ഓരോ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും വിഷയങ്ങൾ ഒളിച്ചോടിയിട്ടോ എവിടെയെങ്കിലും ഒക്കെ പോയി ഇത്തരം ചില പ്രതികരണങ്ങൾ നടത്തും. ഇത്തരം പ്രതികരണങ്ങൾ കൊണ്ടൊന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാനാവില്ല എന്ന് നിങ്ങൾ അദ്ദേഹത്തെ ഉപദേശിക്കണം. ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോയിരുന്ന് അദ്ദേഹം പ്രതികരിച്ചാൽ, ഇവിടെ എങ്ങനെയെങ്കിലും പോയിരുന്ന് ഇവിടെ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് പരിദേവനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ പ്രതികരണം കേട്ടപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് വരാൻ എന്തെങ്കിലും താല്പര്യമുള്ളതായി തോന്നിയില്ല. കാരണം ഞാനൊരു ഡോക്ടറാണ്, എനിക്കൊരു ഡോക്ടറേറ്റ് കൂടിയുണ്ട്, അതായത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അതുകൊണ്ട് ഒരു അനാരോഗ്യം ഉണ്ടാകുന്നതിന് മുമ്പ് ചികിത്സിക്കാൻ, പ്രതിരോധിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് SFI പ്രതിഷേധമുണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് VC യുടെ നിലപാട്. അതുകൊണ്ട് ഉപദേശം അദ്ദേഹം കേൾക്കുമെന്ന് തോന്നുന്നില്ല. ശിവപ്രസാദ്, വളരെയധികം നന്ദി.